ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെ വീട്ടിൽ സുന്ദരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ള കുറച്ച് വള്ളിച്ചെടികളെയാണ്. അപ്പോൾ ഈ ചെടികളുടെ മുഴുവൻ കെയറിങ് അതുപോലെ അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ സുന്ദരമായ വള്ളിച്ചെടികളെ നമ്മുടെ വീട്ടിൽ സുന്ദരമായിട്ട് വളർത്തിയെടുക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ ചെടി കണ്ടില്ലേ, എന്ത് ഭംഗിയുണ്ട് കാണാനല്ലേ. നിറയെ പച്ച ഇലകളിൽ മഞ്ഞ കളറിൽ, മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓറഞ്ച് ഷെയ്ഡിലായിട്ടുള്ള മഞ്ഞയാണ്. അതിൻ്റെ നടുക്കായിട്ട് നല്ല മെറൂണിൽ ഒരു റൗണ്ട് ഡിസൈൻ കൂടെ ഉണ്ട്. ഈ ഒരു ചെടിയെ പറയുന്നത് സൂസൻ എന്നാണ്. ഈ ഒരു സൂസൻ ചെടിയിൽ എപ്പോഴും നിറഞ്ഞ് പൂക്കളുണ്ടായിരിക്കും. നമുക്ക് ഈ ചെടിയുടെയൊക്കെ പ്രൊപ്പഗേഷനൊക്കെ വള്ളികൾ കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടായിക്കോളും. പിന്നെ വലിയ മഴയൊന്നും പറ്റില്ല. മഴ ഓവറായിട്ടുണ്ടാകുമ്പോൾ ഫ്ലവറിന് ഒരു ഡാമേജ് സംഭവിക്കും. പിന്നെ ഓവർ മഴയിലാവുമ്പോൾ ആ ചെടി തന്നെ സോഫ്റ്റാണ് അതിൻ്റെ ലീഫ്, അപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും. പിന്നെ വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾ ചെടികൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാറ്റലോഗ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സുകൾ അതിന് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാഷൻ ഫ്ലവറിനെയാണ്. പാസിഫ്ലോറ എന്നും അറിയപ്പെടുന്ന ഈ പാഷൻ ഫ്ലവർ ഏകദേശം 550ഓളം സ്പീഷീസ് തന്നെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിൽ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അത്രമാത്രം വെറൈറ്റി കളേഴ്സ് ഉള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പാഷൻ ഫ്ലവർ. ഇത് നമ്മളുടെ പാഷൻ ഫ്രൂട്ട് പോലെ തന്നെയാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ അതേപോലെ അതിൻ്റെ ലീഫൊക്കെ പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല. ഇത് കംപ്ലീറ്റ് ഫ്ലവേഴ്സാണ്. അപ്പോൾ നല്ല ഭംഗിയിലുള്ള കളേഴ്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ ക്ലൈംബ് ചെയ്തിട്ട് വിടാൻ പറ്റുന്ന നല്ലൊരു ക്രീപ്പിംഗ് പ്ലാന്റ് കൂടിയാണിത്. അപ്പോൾ ഇതിനെ നമുക്ക് കട്ടിങ് വെച്ചിട്ടൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഒരു കൊയർ സ്റ്റിക്കിലൊക്കെ നമ്മൾ ഇതിനെ കയറ്റി വിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇത് കയറിപ്പോയിക്കോളും. അപ്പോൾ നമ്മൾ പാഷൻ ഫ്ലവറിൻ്റെ പന്തലൊക്കെ ഇട്ട് ചെയ്യുന്ന പോലെ അല്ലാതെ നല്ല ഡിസൈൻ ചെയ്തിട്ട് ഇതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് നല്ല ഗാർഡനിൽ അടിപൊളി ഫ്ലവേഴ്സ് കിട്ടുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് പാഷൻ ഫ്ലവർ. നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റാർ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ബ്രൈഡൽ ബൊക്കെയാണ്. ബ്രൈഡൽ ബൊക്കെ ഇഷ്ടം പോലെ ബ്രൈഡൽ ബൊക്കെ ആ പേര് പോലെ തന്നെയാണ് ഈ ചെടിയുടെ പ്രത്യേകതയും. അത്രമാത്രം നിറഞ്ഞു നിൽക്കുന്ന ഫ്ലവേഴ്സാണ്. മുല്ലപ്പൂ പോലെ നിറഞ്ഞു നിൽക്കുന്ന വൈറ്റ് കളറിലുള്ള നിറയെ പൂക്കളാണ് ഇതിലുണ്ടായിരിക്കുക. കൊല്ല കുത്തിയിട്ട് ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ആയിരിക്കും. നമ്മുടെ ഗാർഡനിൽ നല്ല സുഗന്ധമുള്ള ചെടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ബ്രൈഡൽ ബൊക്കെ. വലിയ കെയറിംഗ് ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാം. ജസ്റ്റ് ഒരു വള്ളി വെച്ചിട്ട് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലവറിങ് ആയിക്കോളും. പ്രത്യേകിച്ച് ഫെർട്ടിലൈസറിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇതിനില്ല. നല്ല വെയിൽ കിട്ടുന്നിടത്താണെങ്കിൽ നല്ല രീതിയിൽ അത് ഫ്ലവറിങ് ആകും. ഇത് അതുപോലെ നന്നായിട്ട് മഞ്ഞപ്പൂക്കൾ, ലൈറ്റ് കളറിൽ മഞ്ഞപ്പൂക്കൾ കൊലകൊലയായിട്ട് തരുന്ന നല്ലൊരു വള്ളിച്ചെടിയാണിത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ചെടിയിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരിക്കും. നമ്മൾ എങ്ങനെയാണോ ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഇതിനെ കയറ്റി വിടുന്നതിനനുസരിച്ച് ആ ഷേപ്പിലേക്ക് വന്നോളും ഈ ഒരു ചെടി. അപ്പോൾ ഇവിടെ ഇതിനൊരു പോട്ടിൽ കമ്പി കൊടുത്തിട്ട് കമ്പിയിൽ റൗണ്ടിൽ റിങ് കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഇതിനെ കയറ്റി വിട്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സ്കൈ ബ്ലൂ ബെല്ലാണ്. സ്കൈ ബ്ലൂ ബെൽ ആ ഒരു ഫ്ലവറിൻ്റെ കളറിനാണ് ആ ഒരു ചെടിക്ക് ആ ഒരു പേര് കിട്ടിയിരിക്കുന്നത്. നല്ല സ്കൈ ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സാണ് അതിലിരിക്കുന്നത്. പിന്നെ നിറയെ പൂക്കളുണ്ടായിരിക്കും. നല്ല വെയിൽ കിട്ടുന്നതിനനുസരിച്ച് നന്നായിട്ട് പൂ വരുന്ന നല്ലൊരു ചെടിയാണ്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഡിസൈനിലേക്ക് അതിനെ കയറ്റി വിട്ടാൽ അതുപോലെ വളർന്നു വരുന്ന നല്ലൊരു വള്ളിച്ചെടി തന്നെയാണ്. ഇനി ഇതുപോലെ നമുക്ക് ക്ലൈംബ് ചെയ്ത് വിടാൻ പറ്റുന്ന മറ്റൊരു പ്ലാന്റാണ് ഹോയ വെറൈറ്റീസ് ഒക്കെ. ഹോയ വെറൈറ്റീസിൻ്റെ ഫ്ലവേഴ്സും തന്നെയാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. അതിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലുമാണ് മറ്റു പ്ലാന്റ്സിൽ നിന്ന് ഇതിനെ വെറൈറ്റി ആക്കി നിർത്തുന്നത്. അപ്പോൾ ഈ ഹോയ പ്ലാന്റ് നമ്മൾ ഏത് ഷേപ്പിലാണോ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ചുറ്റി കൊടുത്താൽ നല്ല ഡിസൈൻ ആക്കി കിട്ടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഹോയ വെറൈറ്റീസ്. പിന്നെ നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസൊക്കെ നമുക്കിതുപോലെ ക്ലൈംബ് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുക്കാം.
ഇത് ജസ്റ്റ് ഇവിടെ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ്, അതുപോലെ സിങ്കോണിയം വെറൈറ്റീസ്, ഫെലോഡെൻഡ്രൻ കുറച്ച് വെറൈറ്റീസൊക്കെ നമുക്ക് ക്ലൈംബ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ ഒരു ലവ് ഷേപ്പിൽ, അതുപോലെ ജസ്റ്റ് ഒരു ബക്കറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ബക്കറ്റിൻ്റെ കൈയിന് റോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ് ഈ മണി പ്ലാന്റ് വെറൈറ്റീസൊക്കെ. മണി പ്ലാന്റ് മാത്രമല്ല, ഇപ്പം നമ്മൾ കാണിച്ച എല്ലാ ക്രീപ്പിംഗ് പ്ലാന്റേഴ്സൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ മണി പ്ലാന്റ് ഇത് കണ്ടില്ലേ, ഇത് മണി പ്ലാന്റ് നമ്മൾ ചുമരിലാണ് കയറി പോയിട്ടിരിക്കുന്നത്. അപ്പോൾ ചുമരിൽ കയറിക്കഴിഞ്ഞാൽ, മരത്തിൽ കയറിക്കഴിഞ്ഞാലൊക്കെ മണി പ്ലാന്റ് നന്നായിട്ട് വലിയ ലീഫായിട്ട് വന്ന് നല്ല ലുക്കായിട്ട് ഭയങ്കര ഒരു ഗ്ലൈസിങ് ആയിട്ടുള്ള നല്ല കളറായിട്ടുള്ള ലീഫായിട്ട് മണി പ്ലാന്റ് വരും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലൈമ്പിംഗ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഗാർഡൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.